അപ്പോൾ ഗൈസ്, വിശ്വനാഥ് ആൻഡ് സൺസ് ഞാൻ കണ്ടുവന്നിരിക്കുകയാണ്. അതിൻ്റെ ഒരു റിവ്യൂ ആണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാനൊരു പുതിയൊരു വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് ഞാൻ റിവ്യൂ ആണ് ചെയ്യാൻ പോകുന്നത്. വിശ്വനാഥ് ആൻഡ് സൺസ് എന്ന് പറഞ്ഞ സൂര്യയുടെ മൂവീനെ പറ്റിയാണ് ഞാൻ ഇന്ന് റിവ്യൂ പറയാൻ പോകുന്നത്. ഞാനിപ്പോൾ വന്നിട്ടിരിക്കുന്നേ ഉള്ളൂ. ഞാൻ നാട്ടിലെത്തി. അതാണ് എൻ്റെ ബാക്ക്ഗ്രൗണ്ട്, എൻ്റെ റൂമിൻ്റെ ബാക്ക്ഗ്രൗണ്ടാണ്. ഞാൻ നാട്ടിലെത്തി. ഇനി കുറച്ച് ദിവസം ഇവിടെയൊക്കെ ആയിരിക്കും ഷൂട്ട്. അപ്പോൾ നമുക്ക് നാട്ടിൽ ഒരു മാസത്തോളം ഉണ്ട്. അപ്പോൾ അതിനുശേഷം ഇനിയിപ്പോൾ ഫുൾ പടങ്ങളൊക്കെ കാണാൻ പറ്റും. നമുക്ക് എൻജോയ് ചെയ്യാം, റിവ്യൂ ചെയ്യാം, കാര്യങ്ങൾ ചെയ്യാം, എല്ലാം ചെയ്യാം. സെറ്റാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഒരു രക്ഷയില്ലാത്ത അഭിനയം സൂര്യ. ഈ പടം ഡയറക്റ്റഡ് ബൈ വെങ്കി അഡ്ലൂരി. പിന്നെ നമ്മളെ മമിത ബൈജു ഉണ്ട്. പിന്നെ മമിത ബൈജു, പിന്നെ അമ്മയായിട്ട് നമുക്കറിയാമെന്നുള്ള പേര് മറന്നുപോയി. പിന്നെ മമിത ബൈജു, സൂര്യ, പിന്നെ ഒരു മോന് കൊച്ച് അഭിനയിക്കുന്നുണ്ട്. ഇത് ഒരു തിരിച്ചൊരു വൺ കംബാക്കാണ് സൂര്യയുടെ, ഒന്നും പറയാനില്ല. അത്രയും മികച്ചത്. പിന്നെ മ്യൂസിക്കൽ ബൈ ജി.വി. പ്രകാശ്, GVP തകർത്തിട്ടുണ്ട് മ്യൂസിക്കിൽ, ഒന്നും പറയാനില്ല. സൂര്യയുടെ ഒരു മികച്ച കംബാക്ക് എന്ന് തന്നെ പറയാം. അതിലൊന്നും ഒരു ഡൗട്ട് നമുക്ക് വേണ്ട. മികച്ച കംബാക്ക്, മികച്ച സല്യൂട്ട് കൊടുക്കണം, സല്യൂട്ട്. അത്ര അടിപൊളി. വെങ്കി അഡ്ലൂരി മോനെ ഒരു രക്ഷയില്ല. ലക്കി ഭാസ്കറിന് ശേഷം അത് കീപ്പ് ചെയ്ത്, അത് പുള്ളിക്കാരനെ സമ്മതിക്കണം. ഇത് എല്ലാവർക്കും എങ്ങനെ വർക്കാവുമെന്ന് എനിക്കറിഞ്ഞൂടാ. എനിക്ക് എന്തായാലും വർക്കായിട്ടുണ്ട്. ഇത് എല്ലാവരും എടുക്കുന്ന അനുസരിച്ചിരിക്കും. അത് നമ്മൾ അങ്ങനത്തെ രീതിയിൽ കാണണം. ഇത് മോനെ ഒരു ലെവല് തന്നെ. സെക്കൻഡ് ഹാഫ് മാസൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എല്ലാത്തിനും ഒരു ഇൻക്ലൂഡ് ചെയ്ത ഒരു മാസ്, ചെറിയൊരു മാസ് ഇമോഷണൽ. ഫസ്റ്റ് ഹാഫ് ഇന്റർവെൽ സീനിൽ കൊണ്ടുവച്ച ഒരു ഇതൊക്കെ ഉണ്ട് മോനെ, വേറെ ലെവല്. പിന്നെ ഓരോന്നായിട്ട് നമുക്ക് പറയാം. എന്തായാലും ഇതൊക്കെയാണ് എനിക്ക് മെയിനായിട്ട് സിനിമയിൽ പറയാനുള്ളത്. പിന്നെ മോനെ എഡിറ്റർ നവിൻ നൂളിയാണ്. അതും കൂടെ പറഞ്ഞിരിക്കാം. ഒരു രക്ഷയില്ല. എഡിറ്റിംഗ് ഒക്കെ ഒരു രക്ഷയില്ല, പക്ക. എനിക്ക് നല്ല വർക്കായിട്ടുണ്ട്. എല്ലാവർക്കും ഇങ്ങനെ വർക്കൗട്ട് ആവോ കാര്യങ്ങളൊന്നും എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ എൻ്റെ കാര്യം ഞാനിപ്പം ഇതിലൂടെ ഷെയർ ചെയ്യാനും ഒരു രക്ഷയില്ല, പീക്കാണ്. പിന്നെ ഓരോന്നായിട്ട് ഞാൻ ഇനി പറയാം. സൂര്യ മോനെ, സൂര്യയുടെ ഒരു മികച്ച കംബാക്ക്. ഒന്നും പറയാനില്ല. ഇപ്പോഴാണ് നമ്മളെ സൂര്യ വന്നത്. കറുപ്പൊക്കെ വിട്, കറുപ്പിൻ്റെതായ രീതിയിൽ. പക്ഷെ ഇതാണ് സൂര്യയുടെ അഭിനയം നമ്മൾ കാത്തിരുന്നത്. സൂര്യ ഇങ്ങനെ അഭിനയിക്കണം. ഓരോ സീനുകളും മോനെ എടുത്തു പറയാൻ പറ്റുന്ന സീനുകൾ, അങ്ങനത്തെ രീതിയിൽ ചെയ്തു വെച്ചിരിക്കുന്നു. ഒരു രക്ഷയില്ല. അങ്ങനത്തെ രീതിയിലാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പം അതങ്ങനെയല്ലേ പറഞ്ഞിട്ട് കാര്യമുള്ളൂ. അതിനെ തകർത്ത് വേറെ ലെവൽ. ഒന്നും പറയാനില്ല. അയ്യോ മോനെ, ഒരു രക്ഷയില്ല. പിന്നെ രവീന തന്തുണ്ട്, രാധിക ശരത് കുമാർ. അതാണ് അമ്മയായിട്ട് അഭിനയിച്ച മോനെ. അമ്മയായിട്ട് അഭിനയിച്ചത് പീക്ക്. പിന്നെ സൂര്യയുടെ ഓരോ പോർഷൻസ് ഉണ്ട്. ഇമോഷണൽ ആണെങ്കിലും അതിന് സീരിയസ് ആവുന്ന സമയത്താണെങ്കിലും ആ അഭിനയം കാണണം മോനെ. തകർത്ത് മാസ്, ഒന്നും പറയാനില്ല. പിന്നെ നമ്മളെ മമിത ബൈജുവിനെ പറ്റി പറയാം. മമിത ബൈജു ഒരു മികച്ച കംബാക്ക് നടത്തോ ഇല്ലേന്നായിരുന്നു എല്ലാവർക്കും ഉള്ളത്. ബിക്കോസ് കരയിൽ വന്ന് അത് ഇതായി, ഡൂഡിൽ വന്ന് എല്ലാവർക്കും ഒരു ഇതില്ല. പക്ഷെ അഭിനയമൊക്കെ കൊള്ളാം. പക്ഷെ എന്തായാലും വേറെയൊക്കെ ട്രോളും കാര്യങ്ങളും. പക്ഷെ ഇതിലെ അഭിനയം മോനെ, മമിതയും ഒരു വല്ലാത്ത കംബാക്ക് തന്നെയാണ്. സീരിയസ് ആവണ സമയത്ത് സീരിയസ് ആവുന്നുണ്ട്, അല്ലാത്ത സമയത്ത് ഇതാവുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. ഒരു രക്ഷയില്ല. തകർത്തുകൊണ്ടിരിക്കുകയാണ്. മാരകപ്പടം, ഒന്നും പറയാനില്ല. ആ കൊച്ച്. പിന്നെ ഫസ്റ്റ് ഹാഫിൽ കുറച്ച് ഇമോഷൻസ് കൊണ്ട് ഇന്റർവെല്ലൊക്കെ വൻ സീനാണ്. ഒരു രക്ഷയില്ല. ഇതെന്ന് പറയുന്നത് ഫാമിലി, റിലേറ്റീവ് ബന്ധം, അങ്ങനത്തെയൊക്കെ കാര്യങ്ങളിൽ നമ്മളത് കരഞ്ഞു ഞാൻ ലാസ്റ്റൊക്കെ ഞാൻ കരഞ്ഞ് ചത്ത്. ഒരു രക്ഷയില്ല. വിങ്ങിപ്പോവും, നമ്മുടെ മനസ്സ് തീരുമാനമാവും. അങ്ങനത്തെ രീതിയിലുള്ള ഒരു ഫീൽ. അത് എല്ലാവർക്കും എങ്ങനെ കണക്ട് ചെയ്യണം കാര്യങ്ങളൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ചിലവർക്കത് കണക്റ്റ് ആവും, ചിലവർക്കത് ഒട്ടും കണക്റ്റ് ആവൂല. അപ്പം അവർക്കത് ഈ പടം അത്ര വർക്കാവൂല, കൊള്ളൂല എന്ന് പറയും. പക്ഷെ എനിക്ക് നല്ല രീതിയിൽ കണക്റ്റ് ആയി. ഞാൻ ഹാപ്പിയാണ്. ടിക്കറ്റ് എടുത്തതിൽ ഞാൻ വളരെ സന്തുഷ്ടനാണ്. ഞാൻ വളരെ ഹാപ്പിയാണ്. എനിക്ക് ടിക്കറ്റ് നഷ്ടമായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് തന്നെയാണ് എനിക്ക് തിയേറ്ററിൽ കിട്ടിയത്.
എല്ലാവരും പിന്നെ മാസ് പ്രതീക്ഷിച്ച് പോകും. പക്ഷെ കൂടുതലൊരു ഇമോഷണൽ കണക്ഷൻ ഉള്ള ഒരു പടമാണ്. ഇമോഷണൽ ചിരിക്കാനും ഉണ്ട്, കരയാനും ഉണ്ട്. ഇടയ്ക്ക് സെക്കൻഡ് ഹാഫിലാണ് കുറച്ച് അടി വരുന്നത്, അതും കൊണ്ടുവരും. പക്ഷെ അടി കൊണ്ടുവരുമ്പം ഇടയ്ക്ക് തോന്നും അതൊക്കെ വേണമായിരുന്നോ എന്ന് ചിലപ്പോൾ തോന്നിപ്പോവും. അല്ലാതെ വേറെ പ്രശ്നമോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല രീതിയിൽ വർക്കൗട്ടാവും. അത് പ്ലേസ് ചെയ്ത സ്ഥലം വലുതായിട്ട് അങ്ങനെ രസമായിട്ട് തോന്നിയില്ല. അപ്പം അങ്ങനെയൊക്കെ ഉള്ളൂ. അല്ലാതെ ബാക്കിയൊക്കെ പൊളിയാണ്. പിന്നെ മ്യൂസിക്കിനെ എടുത്ത് പറയണം, GVP തകർത്തിട്ടുണ്ട്. എല്ലാ പാട്ടും അടിപൊളിയാണ്, നല്ല രീതിയിൽ വർക്കായിട്ടുണ്ട്. പാട്ട് BGM ആയിക്കോട്ടെ എല്ലാം സൂപ്പറാണ്, രക്ഷയില്ല. ഇങ്ങനത്തെ പടങ്ങളിലൊക്കെ ഇങ്ങനത്തെ ആൾക്കാർ കൊടുക്കണം തന്നെയാണ് നല്ലത്. അനിരുദ്ധൊക്കെ എന്ന് പറഞ്ഞാൽ കത്തിക്കാൻ വേണ്ടി മാത്രം വെച്ചിരിക്കുന്ന സാധനമാണ്. അപ്പം ഇത് പൊളിച്ചിട്ടുണ്ട്. GVPയുടെ പണി അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അമ്മയായിട്ട് അഭിനയിച്ച രാധിക ശരത് കുമാർ, അതും പൊളിച്ചിട്ടുണ്ട്, ഒരു രക്ഷയില്ല. പിന്നെ നാസർ, യോഗി ബാബു എല്ലാവരും തകർത്തിട്ടുണ്ട്. അവരെ റോൾ അവർ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഒരു ബിഗ് സല്യൂട്ട് തന്നെ എല്ലാവരും കൊടുക്കണം. ഡയറക്ഷൻ അറ്റ് പീക്കാണ് വെങ്കി അല്ലൂരിയില, ഒന്നും പറയാനില്ല. അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. മോനെ ഇത് മിക്കവാറും ഒരു ഹിറ്റടിക്കും. എനിക്കെന്തായാലും നല്ല രീതിയിൽ ഇഷ്ടമായി. നിങ്ങളെല്ലാവരും തിയേറ്ററിൽ പോയി കണ്ടിട്ട് അഭിപ്രായങ്ങളെല്ലാം പറയും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ കമൻറ്റിലൂടെ അറിയിക്കും. എനിക്ക് നല്ല രീതിയിൽ വർക്കായിട്ടുണ്ട്. ബാക്കിയൊക്കെ നിങ്ങൾ തിയേറ്ററിലൊക്കെ പോയി കണ്ട് എക്സ്പീരിയൻസ് ആയത് എന്നിട്ടൊക്കെ കമൻറ്റിലൂടെ പറയും. എന്തായാലും ഒരു കമൻറ്റ് ഇട് നിങ്ങളൊക്കെ കണ്ടിട്ട്. കംബാക്ക് എനിക്ക് സീരിയൽ കംബാക്ക് ആയെന്നാണ് തോന്നുന്നത്. ഇനി പിന്നെ ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട്. ടൈറ്റിൽ കാർഡ് മോനെ ഒരു രക്ഷയില്ലാത്ത ടൈറ്റിൽ കാർഡായിരുന്നു. ടൈറ്റിൽ കാർഡിൽ എഴുതി കാണിച്ചായിരുന്നു ദ വൺ സൂര്യ, അത് കാണിച്ച മോനെ. ടൈറ്റിൽ കാർഡ് ഒരു രക്ഷയില്ലാത്ത ടൈറ്റിൽ കാർഡ്, ഒന്നും പറയാനില്ല. അതും തകർത്തിട്ടുണ്ട്. ഓവറോൾ എല്ലാം നോക്കണമെങ്കിൽ ഒരു അടിപൊളി ഒരു എക്സ്പീരിയൻസ് തന്നെ കിട്ടി. സാറ്റിസ്ഫൈഡ് ആണ്. അപ്പം ഇനി നമുക്ക് 20-ാം തീയതി ഖലീഫ ഉണ്ട്, അങ്ങനെയെല്ലാം വെയിറ്റ് ചെയ്യാം. അപ്പം നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കും. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബെല്ലൈക്കനും കൂടെ ഓണാക്കി വയ്ക്കുക. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന ഓരോ വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ അടുത്തൊരു അടിപൊളി വ്ളോഗായിട്ട് വീണ്ടും കാണാം. അപ്പോഴേക്കും ഗുഡ് ബൈ.